അങ്ങനെ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി മുകളിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. വെള്ളം ഇങ്ങനെ ചാടി വരുന്നു. ഇത് എന്താ പറയുക, എന്തോ ഒരു വെള്ളത്തുള്ളിയിലെ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും അടിപൊളിയാണ്. ഞാനതാണ് പറയാറുള്ളത്, നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് ദുബായ്. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനും അതേപോലെ അവർ വന്ന് കണ്ട് ഇപ്പോൾ സ്റ്റെപ്പ് കയറിയപ്പോൾ കിതക്കണി ഞാൻ അവർക്ക് എങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാലും ആസ്വദിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിന്നുണ്ടാലും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടത്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ മിസ്റ്റർ സജിൽ, അങ്ങനെ രണ്ടുപേരൊന്ന് വന്നിട്ടുള്ള ഞായറാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഗ്രീക്ക് ഹാർബറിൻ്റെ അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ അവിടുന്ന് 3 മണിക്ക് ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ ഒരുപാട് നേരം വൈകിട്ടാണ്. സമയം ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 7 മണി ആവാനായി, 6:30 കഴിഞ്ഞ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെട്രോയിൽ വന്ന് അതിന് ശേഷം പിന്നെ 2 ബോട്ട് മാറിക്കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബോട്ടിൽ വരുന്ന കാഴ്ചകളും പിന്നെ ഇവിടെ വന്നിട്ടുള്ള അടിപൊളി കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുടർന്നുള്ള കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. കാഴ്ച അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. നമ്മൾ മെട്രോയിലാണ് വന്നത്. മെട്രോയിൽ വരുന്ന കാഴ്ചകളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. മെട്രോയിൽ വന്നിറങ്ങി, ഗ്രീക്ക് മെട്രോയിൽ വന്നിറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് 2 ദിർഹംസ് കൊടുത്തിട്ട് ഫെസ്റ്റിവൽ സിറ്റിക്കാണ് പോയത്. അവിടുന്നാണ് പിന്നെ നമ്മൾ ഗ്രീക്ക് ഹാർബറിലേക്ക് പോകുന്നത്. അവിടുന്ന് 2 ദിർഹംസ്. അത് ഈ ലീവുള്ള ദിവസങ്ങളിൽ നേരെ അങ്ങോട്ട് പോകില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം ഇങ്ങോട്ട് പോയി ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് മാറി കയറണം ചെയ്തത്. മാറി കയറിയിട്ട് നമ്മളിതാ പോകുന്ന കാഴ്ചകൾ. അപ്പോൾ അവിടുത്തെ ആ ബോട്ട് ഓടിക്കുന്ന ആൾ ഇരുന്നിട്ടുള്ള ഓടിക്കണതൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തത്. പിന്നെ സൺസെറ്റ് ആവാനായി ഒരുപാട് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അധികം നമ്മൾ മെട്രോ ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ അതിന് മാത്രം വെയിറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഗ്രീക്ക് ഹാർബറിനോടൊക്കെ വരാനുള്ള ബോട്ടിനും ചുരുങ്ങിയത് 1 മണിക്കൂർ എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് ചുരുങ്ങിയത് ഒരു 10 മിനിറ്റിലും കൂടുതൽ ബോട്ട് യാത്ര ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് എത്താനും. അപ്പോൾ അതൊക്കെ ഞാനും സജിലും ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോവാണ്. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ ഇതായി കാണുന്നത് ഇവിടേക്കാണിത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു മോനം ഇങ്ങനെ വന്നിട്ടില്ലേ, അത് അവിടേക്കാണ് ഇപ്പം മെയിനായിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ ഇത് വന്നിട്ടൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇമാർ ഗ്രൂപ്പിൻ്റെ അതാണ് ഞാനവിടെ കണ്ടത് കൂടുതലും. ഇതിപ്പോൾ അടുത്ത് കുറച്ച് നാളായിട്ടാണ് ഇത് പബ്ലിക്കിന് തുറന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ, ഫാമിലീസും എല്ലാവരും വന്നിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ബോട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ സ്റ്റോപ്പിനുള്ളിലേക്ക് മുമ്പ് പോയ ബോട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലാണ് ഈ ബോട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. ഇവിടെ കുട്ടികളൊക്കെ ഇതിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കരഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മൾ കരയിലെത്തി ഗായ്സ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഞാൻ മിസ്റ്റർ സജിൽ അതേ പോകണ്ട. നമ്മൾ ബോട്ടിലാണ് വന്നത്. ജദ്ദാഫിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഗ്രീക്ക് ഹാർബർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വൈബണി കാണുന്നത് ഒരു രസമില്ലാത്ത കാഴ്ച കേട്ടാ. ഞങ്ങൾ സജിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഒരു രസമില്ലാത്ത രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഗായ്സ്. അങ്ങനെ വന്നപ്പോഴാണ് ഇതവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കളിക്കാനുള്ള ഒരുപാട് ആൾക്കാർ, കുട്ടികളാണ് കൂടുതലിട്ടാ. കുട്ടികൾക്ക് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ. അങ്ങനെ വെള്ളത്തിൽ കളിക്കണം. ആ വെള്ളത്തിൻ്റെ അവിടെ ഇങ്ങനെ LED ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് അതും സൂപ്പറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ. സംഭവം കുറേ ബിൽഡിങ്ങുകളും സംഭവം അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ, കൂടുതലും ഫാമിലി ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് കാണാൻ. ഇങ്ങനെ ഈ ഭാഗത്തു നിന്നുള്ള ബിൽഡിങ്ങിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കടലിലേക്ക്, ഈ പുഴയിലേക്ക് ഇങ്ങനെയുള്ള ഭാഗമാണ്. അപ്പോൾ അത് നല്ലൊരു ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കുമ്പോൾ സൂപ്പറായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് ബുർജുൽ ഖലീഫ കേട്ടോ. ബുർജ് ഖലീഫ മേഘം ഇതായത് കൊണ്ട് ഞാൻ സൂം ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി സൂം ചെയ്ത് തരാം. അതേ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് നല്ല അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. ബുർജ് ഖലീഫ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്ന കാഴ്ച എനിക്ക് കാണുന്നത്. ആ വെള്ളം വീഴുന്നത് അപ്പം തന്നെ അടിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും കളിക്കണം. ഗായ്സ് ഇത് എങ്ങനെയുണ്ട് ഈ വ്യൂ?
ആ ബിൽഡിങ്ങുമ്പോൾ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു കാഴ്ച അടിപൊളി കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് അത് ലൈറ്റ് കാണുന്ന ഒരു സംഭവം, ഒരു പാലം പോലെ നിൽക്കണ്ടല്ലോ, അത് ഫോട്ടോ എടുക്കാൻ ഉള്ള എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പകലാകുമ്പോൾ നല്ല കാഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ വ്യൂ ആണ് അവിടെ. ഞാൻ അവിടേക്കാണ് പോകുന്നത്. ഇനി നമ്മളിതാ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് കയറി പോകാൻ പോകുന്നത്. എന്നിട്ട് അവിടെ പോയിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന ആ ഒരു സ്ഥലമൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ ഈ സ്റ്റെപ്പുമ്പിലെല്ലാം ലൈറ്റ് ഇട്ടിട്ട് ആ ഒരു ഇത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് കയറി പോവാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ അതെല്ലാം കണ്ടിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി മുകളിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. വെള്ളം ഇങ്ങനെ ചാടി വരുന്നു. ഇത് എന്താ പറയുക, എന്തോ ഒരു വെള്ളത്തുള്ളിയിലെ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും അടിപൊളിയാണ്. ഞാനതാണ് പറയാറുള്ളത്, നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് ദുബായ്. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനും അതേപോലെ അവർ വന്ന് കണ്ട് ഇപ്പോൾ സ്റ്റെപ്പ് കയറിയപ്പോൾ കിതക്കണി ഞാൻ, അവർക്ക് എങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാലും ആസ്വദിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിന്നുണ്ടാലും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടത്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ഇവിടെ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഏരിയ ഇട്ടത്. ഭയങ്കര തിരക്കാണ് ആ ഭാഗത്ത്. നമ്മൾ ബോട്ടിൽ വരുമ്പോഴേ കണ്ടതാണ്, ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലേ, ബിൽഡിങ്ങെല്ലാം ആയവാത് സൂപ്പറായിട്ടുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ പോയിട്ട് നമുക്ക് കാണാം. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഈ പുഴയിലേക്ക് ഇങ്ങനെ തള്ളി നിന്നിട്ട് അവിടെ ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാവരും വന്ന് ഫോട്ടോസ് എല്ലാം എടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇരുട്ടായി, അപ്പോൾ അതുകൊണ്ട് ഒരിത് കിട്ടാനില്ല. ആയുസ് ഇവിടെ ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നുമില്ല. അതാണ് പുഴയാണ് ഈ കാണുന്നത്, കടൽ. നല്ല കാറ്റാണ്, കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ടേ നമുക്ക് സുഖമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ എല്ലാത്തിനും. ഇനി നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാവാനായി. ചൂടായി ഇവിടെ മെയിൻ തന്നെ കേട്ടോ, ഫോട്ടോ എടുക്കുന്ന ഇതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ല കുഴപ്പമില്ലാത്ത അന്തരീക്ഷമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാനും എല്ലാം മെയിനായിട്ടുള്ള തിരക്ക് ഇത് തന്നെ. പിന്നെ ഗായ്സ് അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഇവിടെ കറങ്ങി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാത്രിത്തെ കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ദൂരത്തുള്ളതൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ, രാത്രി ലൈറ്റ് ഇട്ടുന്നുണ്ടായാലും ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെയാണ് ദുബായ്. നമ്മൾ ഒരുപാട് കാഴ്ചകളൊന്നും കാണിച്ചു തന്നിട്ടില്ല, പിന്നെ കുറച്ചൊക്കെ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഇതുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുട്ടികൾക്ക് അത് ഫാമിലി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടതിലും കൂടുതൽ ഫാമിലീസ് തന്നെയാണ് ഉള്ളത് ഇവിടെ. പിന്നെ ഇവിടെ ഇതെല്ലാം കുട്ടികൾക്ക് കളിക്കാൻ തന്നെയാണുള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷെ അതൊക്കെ റേറ്റ് ഇട്ടിട്ട് ആ ഒരു ഇത് കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി തന്നെ വരണം. രാത്രിത്തെ കാഴ്ച കാണാൻ തന്നെയാണ് ഏറ്റവും ഭംഗി. ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട്. അയ്യോ, കുട്ടികൾക്ക് കളിക്കാനുള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും കുട്ടികൾക്കുള്ളത് തന്നെയാണ് കേട്ടോ. അതായത് ഇവിടെയും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് പേരുണ്ട് ഇവിടെ, അതുപോലെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതേനാണ് ഫ്ലാമിംഗോ ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്ലാമിംഗോ ഇതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തും അതുപോലെ നമ്മൾ വന്നിട്ടുണ്ടായാലും പ്രത്യേകിച്ചിട്ടുള്ള നല്ല വൈബ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് പറയാറുള്ളത് തന്നെയാണ്, നമ്മളെ കണ്ണിന് കുളിർമ നൽകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ, ഈ ടൂറിസ്റ്റിന് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റും അതെല്ലാം ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ബാങ്ക് കൊടുക്കേണ്ടത് ഇവിടെ ഉണ്ട്, അതിനാണ് ബോക്സിൽ. അതിങ്ങനെ ഇതിൻ്റെ മൊത്തം എല്ലാ ഭാഗത്തും ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയം എന്നുണ്ടാൽ ഈ ബോക്സിൽ നമുക്കിങ്ങനെ എവിടെ നിന്നാണ് നമുക്ക് ബാങ്ക് ഇങ്ങനെ കേൾക്കാം. പക്ഷേ നമുക്ക് എവിടെയൊക്കെ മനസ്സിലാവാത്ത രീതിയിലായിരുന്നു. ഇത് പല സ്ഥലത്തും ഇങ്ങനെ ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് എടുപ്പോൾ നമ്മളാണ് കേട്ടത്. ഗൈസ് അങ്ങനെ ഇതാ ഇതിൻ്റെ ഓവറോൾ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാ എന്ത് ഭംഗിയല്ല കാണാൻ, സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത വൈബനാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഈ ഭാഗത്തേക്ക് എത്തി. ഇവിടെ ഒരു അടിപൊളി
ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെച്ചാൽ നമ്മളെ ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷെ പകലാണ് അതിൻ്റെ ആ ഒരു ഭംഗിട്ട. രാത്രി നമുക്ക് അത്ര ആ ഒരു ഇത് കിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഉള്ള ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നുണ്ടാൽ സൂപ്പർ ഉണ്ടാവും. അതേപോലെ ഒരുപാട് ഫോട്ടോക്ക് പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നത് നേരം വൈകിയതാണ് ഉണ്ടായത്. പിന്നെ ഇതാ ഇങ്ങനെ നമ്മൾ പോവാണ്. കൂടുതലും കുട്ടികൾ തന്നെയാണ് കേട്ടോ അവിടെ. ഫുള്ള് പിള്ളേരായിട്ടുള്ള ഫാമിലീസാണ് ഇവിടെ കാണാൻ വേണ്ടി കൂടുതൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഇനി പോകാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ഭാഗത്ത് ബോട്ടിൻ്റെ ക്യൂ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് 2 മണിക്കൂർ ബോട്ടിന് വേണ്ടിയിട്ട് അവിടെ ചിലവഴിച്ചിട്ടുണ്ട്. ഇതവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങൾ കേട്ടോ. ഈ ഭാഗത്ത് ഫുള്ളും അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പല സ്ഥലത്തും ഇങ്ങനെ മ്യൂസിക്കുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ മ്യൂസിക് ഇതാ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഈ ചെടിയുടെ ഉള്ളിൽ നിന്നാണ് മ്യൂസിക് വരുന്നത്. ഇവിടെ എവിടെയോ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ 2 കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട്. എന്താ കഴിഞ്ഞാ അതെന്താ അവിടേക്കൊന്നുമില്ല ഇനി അതെന്താ സാജി ഗൈസ്. അങ്ങനെ സജിലിൻ്റെ ബാറ്ററി കഴിഞ്ഞപ്പോൾ സജിൽ പോകാമെന്ന് പറഞ്ഞ് തെക്കും തലക്ക് അടിക്കണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി പോകാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ സജിലിൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി അടുത്ത നല്ല ദുബായിത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും ഓക്കെ, ബൈ ബൈ.